നമുക്ക് തുടങ്ങാം അല്ലേ? റെക്കോർഡിംഗ്. ശരി ശരി. ആ നേരത്തെ പറഞ്ഞതൊന്നും കൂടി പറഞ്ഞ ടീച്ചറെ, അതൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം എല്ലാവർക്കും പറഞ്ഞുതരാം. ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഖാലിഖിൽ വജൂദി മിനൽ അദം വജഅലിൻ നൂരി മിനൽ ളുലം വമുഖ്രിജിസ് സുബ്രി മിനൽ അലം വമുൽഖിയത് തൗബതി അലൻ നദം ونشكره على المصائب كما نشكره على النعم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الحمد لله رب العالمين. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ഈ ഒരു അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠന പദ്ധതി അൽഹംദുലില്ലാ യൂണിറ്റ് 46 കടക്കുന്നു. അൽഹംദുലില്ലാ സൂറത്ത് ബലദിലാണ്. സൂറത്ത് ബലദ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാ. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد. أعوذ بالله من الشيطان الرجيم. لا أقسم بهذا البلد. എന്താണ് ലാ? ലാ എന്ന് പറയുമ്പോൾ എന്താണ്? ഇല്ല അല്ലെ? അങ്ങനെയില്ല എന്ന് അള്ളാഹു അവിടെ ഒരു സത്യം ഉണ്ടെന്ന് പറയാം. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്ന ഒരു വാചകമാണിത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അതായത് ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോ ഇതൊരു രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒരു സ്റ്റൈലാണ് ഈ സൂറത്ത് അവതരിച്ചത്. അപ്പോ ഈ നാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നത് മക്കയിലായിരുന്നത് കൊണ്ടും ഈ രാജ്യം എന്ന് ഉദ്ദേശിച്ചത് മക്കയാണ് എന്ന് വ്യക്തമാണ്. ഓക്കെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഹാദ അറിയാം, അൽ ബലദ് ഈ നാട്, ഹാദ ഇത്, ഈ എന്നുള്ളതല്ല. ബിഹാദൽ ബലദ് എന്ന് പറയുമ്പോൾ ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. അഖ്സമ യുഖ്സിമു അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ലാ ഉഖ്സിമു അങ്ങനെയല്ല, ഞാൻ സത്യം ചെയ്യുന്നു ഈ നാടിനെ കൊണ്ട്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. വഅൻത, അൻത അറിയാം, നിങ്ങൾക്ക് പരിചയമായ വാക്കാണ് അല്ലെ? വഅൻത നീ ആയിരിക്കെ, ഹില്ലുൻ താമസിക്കുന്നവൻ, ഈ രാജ്യത്ത് താമസിക്കുന്നവനാണ് അല്ലെ? ബിഹാദൽ ബലദ് ഈ നാട്ടിൽ നീ താമസിക്കുന്നവനായിരിക്കെ. നീ ഈ രാജ്യത്തിൽ, ഹില്ലിന്റെ അർത്ഥം അനുവദനീയം എന്നുമുണ്ട്. ഓക്കെ. ഈ രാജ്യത്തിൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ താമസിക്കുന്നവനായും കൊണ്ട്. പിന്നെയോ വവാലിദ് വമാ വലദ്. വവാലിദ്, വാലിദ് പിതാവിനെ കൊണ്ടും, വമാ വലദ് വലത് കുട്ടി, അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും മക്കയ്ക്ക് അല്ലെ
മക്ക രാജ്യത്തിന് അല്ലെങ്കിൽ കാബയുമായി ബന്ധപ്പെട്ട സ്ഥാനം എന്നുള്ളത് കൊണ്ട് അറബികൾക്ക് മക്കയെ വമ്പിച്ച സ്ഥാനമായിരുന്നു അവർ കൽപ്പിച്ചിരുന്നത്. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കയിലെ കഅബ ഷരീഫിന്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല, മുശ്രിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അപ്പം എന്താണ് ആ രാജ്യത്തിന്റെ പ്രാധാന്യമാണ്. മക്കയിലെ ഇപ്പൊ നമ്മൾ ഒന്നിനെ സത്യം ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അപ്പൊ ആ നാട് മക്ക, ഏത് നാടിനെ കൊണ്ടാണ് അള്ളാഹു ആണയിടുന്നത്? മക്ക അല്ലേ, മക്കയെ കൊണ്ടാണ്. അപ്പം ആ മക്കയെ കൊണ്ടും പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു പിതാവിനെ കൊണ്ടും അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും. അപ്പം ജനയിതാവിനെ കൊണ്ടും അത് ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയിതാവ് എന്ന അർത്ഥം ഇവിടെ എന്താണ്? പൊതുവായിട്ട് മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കും എല്ലാം ഉപയോഗിക്കുന്ന വാക്കാണിത്. അതായത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും അല്ലെങ്കിൽ എന്താണ്, അപ്പൊ അവയെ അത്രയ്ക്കും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ഉത്ഭവം, വളർച്ച, വികസനം, പെരുപ്പം തുടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ വാചകം. അപ്പൊ ഇവിടെ ഒരാള് അല്ലെങ്കിൽ ഒരാളുടെ മകൻ എന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിലും മനുഷ്യകുലം അല്ലെ, മനുഷ്യന്റെ സമൂഹത്തിനെ മൊത്തത്തിലും കൊണ്ടുപയോഗിക്കുന്ന ഒരു പദമാണ്. അതായത് മനുഷ്യന്റെ ഉത്ഭവം, വളർച്ച, വികാസം, പെരുപ്പം അല്ലെ, ഇങ്ങനെയൊക്കെ അടങ്ങിയ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മളെ അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഹില്ലുൻ ഉപയോഗിച്ച പദം കണ്ടോ, ഹില്ലുൻ നീ താമസിക്കുന്നവൻ, അനുവദനീയമായവൻ എന്നും അഥവാ വന്ന് താമസിക്കുന്നവൻ എന്നും പിന്നെ നിരുപാധികമായി സ്വതന്ത്രമായവൻ, സ്വതന്ത്രൻ എന്നൊക്കെ അർത്ഥം ഇതിനുണ്ട്. ഓക്കെ. അപ്പോ കഅബയും അതിന്റെ ചുറ്റുപാടിലും കുറെ നാഴികകളോളം കുറെ ചുറ്റളവ് സ്ഥലത്തിനെ ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്നാണ് പറയുന്നത് അല്ലെ, ഹറം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അവിടെ അക്രമം, കയ്യേറ്റം, കുഴപ്പം അല്ലെങ്കിൽ കൊലപാതകം, ഇങ്ങനെ ഹിംസ, അതാണ് കൊല എന്നുള്ളത്, ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് അത് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണ് ഇതുകൊണ്ട് ഉപേക്ഷ. ഈ പദത്തിന്റെ വിപരീതം എന്ന നിലയ്ക്കാണ് ഹറമല്ലാത്ത സ്ഥലം എന്ന നിലയിൽ, നിഷിദ്ധം എന്നുള്ള അർത്ഥത്തില് നമ്മൾ ഹറാമിന്റെ വിപരീതം എന്ന നിലയ്ക്ക് ഹില്ല് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം ഹറാമ്, ഹലാല് എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഹില്ല് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്താണ്? ഹറാം ഒന്നല്ലേ, മസ്ജിദുൽ ഹറം. എന്തുകൊണ്ടാണ്? അവിടെ പല കാര്യങ്ങളും അള്ളാഹു ഹറാം ആക്കിയിരിക്കുന്നു അല്ലെ. അവിടെ എന്താണ്? അക്രമം, കയ്യേറ്റം, കുഴപ്പങ്ങള്, പ്രശ്നങ്ങള്, വഴക്ക്, അങ്ങനെ ഉള്ളതൊന്നും, കൊലപാതകമൊന്നും ആ പരിപാവനമായ സ്ഥലത്ത് നടത്താൻ പാടില്ല. അവിടെ അതൊക്കെ അള്ളാഹു എന്താണ്? ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് മസ്ജിദുൽ ഹറം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹില്ലുൻ. അപ്പോ സ്വാതന്ത്ര്യമുള്ളവൻ അല്ലെങ്കിൽ അനുവദനീയമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹില്ലും എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹില്ലുൻ. അപ്പോ ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, അതിന്റെ പരിപാവനത്വവും അലംഘനീയമായ ആ രാജ്യത്തെ കൊണ്ട്, അപ്പൊ ആ രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ രാജ്യം എന്താണ്? ഏറ്റവും പരിപാവനമായ സ്ഥലമാണ് അല്ലെ. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ട് തരുന്നതാണ്. അഥവാ ഒരവസരത്തിൽ അതിന്റെ അലംഘനീയമായ പരിധിയിൽ നിന്ന് നിനക്കൊരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട്. ഇതാണ് പലരും ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും എവിടെ? മദീനയിലേക്ക് ഓട്ടിച്ചു വിട്ടല്ലേ ജനങ്ങള് അല്ലെ. അത്രയ്ക്കും അവരെ പീഡനം സഹിക്കാൻ വയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? ഹിജ്റ പോയി അല്ലെ. അപ്പൊ ആ ഹിജ്റ അതായത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞു ഹിജ്റ 8-ാം കൊല്ലത്തിൽ നടന്ന മക്ക വിജയത്തെ, ആ സംഭവത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങി കഴിഞ്ഞെങ്കിലും ഇസ്ലാമിന്റെ മർമ്മപ്രധാനവും
പൂർവ്വ കേന്ദ്രവുമായ മക്ക നഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലാത്തതാണ്. അപ്പം ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്ത് ചെന്നു. പക്ഷെ കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. നമുക്കറിയാം ഹുദൈബിയ സന്ധിയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ. പിന്നെ മക്കം ഫതഹിലേക്കുള്ള ആ ഒരു പ്രയാണമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് അല്ലെ. അപ്പോൾ കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. അപ്പൊ സാധാരണ നിലയിലേക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാരമായ ഏറ്റുമുട്ടൽ ഉണ്ടായതൊക്കെ അതിന്റെ അരംഗനീതിക്ക് യോജിച്ചതല്ല അല്ലെ. അപ്പൊ അവിടെ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു അവരെ സമാധാനത്തിൽ തിരിച്ചയക്കുകയും പിന്നീട് അവർക്ക് ഏറ്റവും വലിയ മക്കം ഫത്തഹ് വിജയം അള്ളാഹു കൈവരിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലെ, അള്ളാഹുവിന്റെ സഹായത്താൽ. അപ്പോ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു അത്. അപ്പൊ ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഓരോ പദങ്ങളിലും ഈ ഓരോ സെന്റൻസിലും എന്താണ് മക്കയെ കുറിച്ചുള്ള ആ പരിഭാവനതയാണ് അല്ലെ, ആ പവിത്രതയാണ് സൂചിപ്പിക്കുന്നത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. നോക്കിയേ നിങ്ങൾ അർത്ഥം. ലാ ഉഖ്സിമു അങ്ങനെയല്ല, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ് ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. എന്താണ്? വഅൻത ഹില്ലും ബിഹാദൽ ബലദ് നീ ഈ നാട്ടിൽ താമസിക്കുന്നവനായിരിക്കെ, വവാലിദിൻ വമാ വലദ്. കണ്ടോ? അപ്പോ പിതാവിനെ കൊണ്ടും അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും എന്ന് സത്യം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? അപ്പോ അൽഹംദുലില്ലാ, അതായത് ഹറമിന്റെ സ്ഥാനമൊക്കെ നമുക്കറിയാം അല്ലെ. 3 ഹറമുകളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. ഒന്ന് മസ്ജിദുൽ ഹറം മക്ക അല്ലെ, പിന്നെ മസ്ജിദുൽ നബവി അല്ലെ, 3 ബൈത്തുൽ മുഖദ്ദസ്. ഓക്കെ, 3ാമത്തത് ബൈത്തുൽ മുഖദ്ദസുമാണ്. അൽഹംദുലില്ലാ. അടുത്തത് ഒറ്റ മിനിറ്റ്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിശ്ചയമായും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. നിശ്ചയമായും മനുഷ്യനെ നാം ക്ലേശത്തിൽ സൃഷ്ടിച്ചു. അതായത് പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മേൽ പറഞ്ഞ സത്യങ്ങളെ തുടർന്നുകൊണ്ട് അള്ളാഹു പ്രസ്താവിക്കുന്നത് എന്താണ്? മനുഷ്യനെ നാം ക്ലേശത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? കുറച്ചു നാള് മാതാവിന്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം ഇല്ലാതെ കഴിച്ചു കൂട്ടുന്നു അല്ലെ. അതിൽ നിന്നും പുറത്തു വരുന്നതും ക്ലേശം അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് അല്ലെ. അതിൽ നിന്നും ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന്റെയും പ്രയാസം നമുക്കറിയാം. അന്നു മുതൽ മരണം വരെയും ദേഹത്തിനും മനസ്സിനും സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായും സാമ്പത്തികമായും സാമൂഹ്യമായും ഇങ്ങനെ പല വിധത്തിൽ എത്ര വിഷമങ്ങളാണ് അവൻ അനുഭവിക്കുന്നത് അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ. ഇങ്ങനെ ക്ലേശപൂർണമായ ഒരു ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിലുള്ള മാർഗവും കരസ്ഥമാക്കുവാൻ. അപ്പോ പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നും ഒരു സൂചന ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഏതായാലും പരലോക ജീവിതത്തിന്റെ കാര്യം കണക്കിലെടുക്കാതെ അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി എന്ത് ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ അല്ലെ. പരലോക ജീവിതത്തിന്റെ കാര്യം ഒന്നും കണക്കിലാക്കൂല ചില മനുഷ്യരുണ്ട് അല്ലെ. അവരെന്താണ്? ദുനിയാവിന് വേണ്ടി സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അള്ളാഹ് മുകളിൽ പറഞ്ഞ സത്യത്തിന് ശേഷം അള്ളാഹ് പറഞ്ഞ എന്താണ്? നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു. എന്താണ്? ഫീ കബദ്
ക്ലേശത്തിലായിക്കൊണ്ട് അല്ലെ, നമുക്ക് ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അല്ലെ, ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മളെ അള്ളാഹ് വളർത്തിക്കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ എന്താണ്, ക്ലേശം പലതരത്തില് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് വരുന്നത് അല്ലെ. അതിനെന്താണ്, നമുക്ക് അത് ഭാവി ജീവിത വിജയത്തിലുള്ള മാർഗം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രയാസങ്ങൾ സഹിക്കുന്നവരാക്കിക്കൊണ്ട് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോ നല്ല ഒരു കംഫർട്ട് സോണിലായിരിക്കും എപ്പോഴും ഇരിക്കുക, പക്ഷെ നമ്മളൊരു യാത്രയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു സുഖം അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും അല്ലെ. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടില്ല. നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ നമുക്കൊരു കറി വെക്കാൻ പോകുന്നു, ചിലപ്പോൾ എല്ലാ സാധനങ്ങളും ആ കറിക്കുള്ളത് എല്ലാം ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതില്ലാതെയൊക്കെ വെക്കാൻ നമ്മൾ തയ്യാറാവും അല്ലെ. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പാകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ക്ലേശത്തിൽ ക്ലേശത്തിൽ ആണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെയോ എന്നിട്ട് അപ്പൊ അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നു, അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു, അവൻ കരുതുന്നുവോ, അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്, അൻ ലൻ യഖ്ദിറ, അവന്റെ മേൽ കഴിവില്ല, അലൈഹി, അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന്, അഹദും, ഒരാളും തന്നെ. അപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു, അവനെ കഷ്ടപ്പെട്ട് അവൻ പല പ്രയാസങ്ങളിലൂടെ ഒക്കെ വരുന്നു. പക്ഷേ അവൻ അവന്റെ യഥാർത്ഥ ലക്ഷ്യബോധം, ലക്ഷ്യത്തെ മറന്നുകൊണ്ട് അവൻ അങ്ങനെ അങ്ങ് ജീവിക്കാൻ അവൻ വിചാരിക്കുകയാണോ? അവന്റെ മേൽ ആർക്കും ഒരു കഴിവ് ഇല്ല എന്ന്, ഒരാളും തന്നെ അവന്റെ മേൽ അവന്റെ കാര്യങ്ങളെ വീക്ഷിക്കുവാൻ ഒരാളും തന്നെ ഇല്ല എന്ന് അവൻ വിചാരിക്കുകയാണോ എന്നുള്ള ചോദിക്കുക. എന്റെ അർത്ഥം മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അതായത് ശരിക്കും മനസ്സിലായില്ല ടീച്ചർ, അതിന്റെ ഉള്ളടക്കം. അതായത് ഒന്നുകൂടെ പറഞ്ഞു. അതായത് അവൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരും ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്കും ഇതേ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലക്കുകള് നമ്മുടെ ഇരുവശവും ഉണ്ട്. ഒന്ന് മാത്രമല്ല, എല്ലാം അറിയുന്ന റബ്ബ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ ചലനവും ഹൃദയത്തിൽ വിചാരിച്ച് പോകുന്നത് എല്ലാം അല്ലെ, എല്ലാം അറിയുന്ന റബ്ബ് നമുക്ക് മീതെ എല്ലാം അറിയുന്ന റബ്ബുണ്ട് എന്നുള്ളതാണ്. അതാണ് ചോദിച്ചത്, അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവന്റെ മേൽ ഒരാളും തന്നെ അവനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ നോക്കാൻ ആരും ഇല്ല എന്ന് അവൻ കരുതുന്നുവോ എന്നാണ് ആ ചോദ്യം. മനസ്സിലായോ? ഇതുകൂടെ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. ഒന്നുകൂടെ പറയാം. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, എന്നിട്ട് അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അഹ്ലക യുഹ്ലിക്കു, അതാണ് അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. മാലൻ ലുബദ, ധാരാളം ധനം, ഇഷ്ടം പോലെ പണം ഞാൻ ചിലവഴിച്ചു എന്ന് അവൻ പറയുന്നു. കാരണം എന്താ? അവന് അഹങ്കാരം കൊണ്ട് അവൻ താന്തോന്നിയായിട്ട് എന്നെ നോക്കാനും എന്നെ നിയന്ത്രിക്കാനും ആരും ഇല്ല, അപ്പൊ എന്റെ മേൽ ആർക്കും ഒരു കൺട്രോൾ ഇല്ല. ഞാൻ ധാരാളം ചില പറയുമല്ലോ, ഞാൻ കല്യാണം എടുത്ത് എത്ര ലക്ഷമാ തീർത്തത് അല്ലെ, എത്ര കോടിയാ അല്ലെങ്കിൽ എത്ര ലക്ഷം ഞാൻ പൊട്ടിച്ചു എന്നൊക്കെ ചിലര് ഭയങ്കര വീമ്പ് പറയാറുണ്ടല്ലേ. പക്ഷെ അവൻ വിചാരിക്കുന്നില്ല, അവന് മീതെ കണക്ക് നോക്കാൻ ആളുണ്ട്. നാളെ ഒരു സമയം, അതെ, നമുക്ക് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു ദിനം നമുക്ക് വരാനുണ്ട് അല്ലെ. നമ്മൾ കയ്യും പൂട്ടി വായും പൂട്ടി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ കണക്കുകൾ രേഖപ്പെടുത്തും. നമ്മളെ ശരീരാവയവങ്ങളും നമ്മുടെ സ്കിൻ പോലും അല്ലെ, ത്വക്ക് പോലും നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ദിനം നമുക്ക് വരാനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു ബോധമില്ലാതെ ജീവിക്കുന്നവരാവരുത് നമ്മൾ മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ. എപ്പോഴും ഒരു ബോധത്തോടുകൂടി, തഖ്വയോട്, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരിച്ചറിവ്, ബോധം. എപ്പോഴും അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളിവിടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മളിവിടെ ജീവിക്കുകയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ്, ഒരു വഴിയിലാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ബോധം എപ്പോഴും
ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ശരിക്കും ഒരു അടിയാന്മാരാണ്. കാരണം ചിലർ പറയും, ഇതുമായിട്ട് ചേർത്ത് പറയാണ്, അവൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യുവാനും ആരുമില്ല, ആർക്കും അവനെ പിടികൂടുവാനും അല്ലെങ്കിൽ അവന്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവന്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു, ഇന്നിന്ന വിഷയത്തിൽ ഇത്ര വിനിയോഗിച്ചു, ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നും. അതാണ് അയഹ്സബു അല്ലം യറഹു അഹദ്. അയഹ്സബൻ അവൻ കരുതുന്നുവോ, അല്ലം യറഹു അവനെ കണ്ടിട്ടില്ലെന്ന്, അഹദ് ആരും. കണ്ടോ, ലം യറ, അതാണ് ലം യറ എന്നുള്ളത്. റാ കഴിഞ്ഞിട്ട് യാ ഡിലീറ്റ് ആയി പോകും കേട്ടോ, പൊളിച്ചു കളയും. അങ്ങനെയാണ് രൂപവേ. ലം യറ, അതായത് അവനെ ആരും കണ്ടിട്ടില്ലെന്ന്, ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അവനെ കാണുന്നില്ല എന്നുള്ള നിലപാടാണ് അവൻ എപ്പോഴും വിചാരിക്കുക. അവൻ ആരും എന്നെ ചോദിക്കാനില്ല, ആരും എന്നെ കാണുന്നില്ല എന്നൊരു അഹങ്കാര ഭാവമാണ് ഇതിനൊക്കെ അവൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി കാരണം. ആ വിചാരം എന്താണ്, അവനെ എപ്പോഴും എന്ത് ചെയ്യുവാനും എന്തും ചെയ്യുവാൻ കഴിയും, അവൻ എന്നെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ള അവൻ ഓർമ്മ വെച്ചുകൊള്ളട്ടെ എന്ന് പറയുന്നു എന്നാണ് ഈ പറഞ്ഞതിലെ അർത്ഥം. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് ഒരുവൻ സ്വീകരിക്കുന്നതെങ്കിൽ, നമ്മൾ ഓരോരുത്തരും കേട്ടോ, നമ്മൾ വേറെ ആരെയും വിചാരിക്കണ്ട, നമ്മൾ ഓരോരുത്തരും കരുതുന്നു എങ്കിൽ ആ വിചാരം വേണ്ട. അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും. അവനെ ശരിക്കും കണ്ടും, മനുഷ്യൻ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ശരിക്കും സൂക്ഷിച്ചും അള്ളാഹു അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടു തന്നെ ഇരിക്കുന്നുണ്ട് എന്നവൻ വിചാരിച്ചു നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നാണ് ഇതിന്റെ സാരം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ് മനസ്സിലായി? ഒന്നുകൂടെ നമുക്ക് നോക്കി പോവാം, അപ്പൊ ക്ലിയർ ആവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. എന്താ അർത്ഥം? ഞാൻ സത്യം ചെയ്യുന്നു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. പിന്നെയോ വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നീ താമസിക്കുന്നവൻ ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ. ഈ നാട്ടിൽ താമസിക്കുന്നവനായിരിക്കെ. വവാലിദും വമാ വലദ്, നൽകിയതിനെ കൊണ്ട്. അപ്പൊ മനുഷ്യകുലത്തെ മൊത്തത്തിലും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നതാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. നിശ്ചയമായും മനുഷ്യനെ അപ്പൊ അവൻ കരുതുന്നു. എന്താണ് ചോദ്യം അല്ലേ? ചോദ്യമാണോ എന്ന് ചോദിക്കുന്നതാണ്. അയഹ്സബു അവൻ കരുതുന്നുവോ, എന്ത്? അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവന്റെ മേൽ ഒരാളും കഴിവുള്ളവനാവില്ലെന്ന് അല്ലേ? അള്ളാന്റെ ചോദ്യം അല്ലേ? മാഷാ അല്ലാഹ്, എന്തൊരു ഗംഭീരമായ ചോദ്യം അല്ലേ? അതെ, ഇതെല്ലാം നമുക്ക് ഇപ്പായാലും പഠിക്കാൻ പറ്റിയതിൽ അൽഹംദുലില്ലാഹ്. അതെ, നമുക്ക് ഇതിലൊന്നും അർത്ഥറിയാണ്ട് ഓതുമ്പോ ഒന്നും തിരിയില്ലല്ലോ. അതെ, എല്ലാവർക്കും ഇങ്ങനെ തോന്നിപ്പോവല്ല, നമ്മളെ പൈസയല്ലേ നമുക്ക് ചെലവാക്കാന്നുള്ള. അപ്പൊ അൽഹംദുലില്ലാഹ്, ഈ വയസ്സിലായാലും ഇതെല്ലാം പഠിക്കാൻ കഴിയുന്നെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നല്ലോ. അൽഹംദുലില്ലാഹ്. അതെ, ശരിക്കും ഞാൻ മനസ്സിലാക്കിയതാണ്, ഭൂമിയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഖുർആൻ പഠിക്കാൻ തന്നെയാണ് സത്യം. കാരണം ഇത് ഉപയോഗിച്ച് നമ്മൾ ജീവിച്ചാൽ പിന്നെ പ്രശ്നമേ ഇല്ല, പ്രയാസമേ ഇല്ല അല്ലേ? അള്ളാഹു അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇത് പിടിച്ചു മുറുകെ പിടിച്ചു. എല്ലാവരും പഠിക്കണം. അതെ, നമുക്കിപ്പോ പഠിക്കുമ്പോ മറ്റുള്ളവർ പഠിക്കണമെന്നുണ്ട്, പക്ഷെ
അവര് നമുക്ക് അധികം അതെന്തുകൊണ്ടാ നമുക്ക് നമുക്ക് അതെ അവരും കൂടി നമുക്ക് അറിയണം. ഈ ശ്രദ്ധ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദുനിയാവിന്റെ ഹലായി പോകുന്നത് കൊണ്ട്. നമുക്ക് മരണം, പരലോകം എന്നൊക്കെയുള്ള ഓർമ്മ, അള്ളാഹ് എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതെ. നമ്മൾ അതാ പറഞ്ഞത്, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാ 7 വയസ്സിലെ നമസ്കാരം നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? നമ്മളെ ശരീരത്തിനെ അത് പ്രാക്ടീസ് ചെയ്യിക്കലാണ്. 7 വയസ്സ് മുതൽ നമസ്കരിക്കാൻ അതെ. എന്തുകൊണ്ട് കൽപ്പിച്ചു? അത് ശരിക്കും നമ്മുടെ ബോഡിയെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കലാണ്. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സമയമാകുമ്പോൾ നമ്മൾ ചെയ്യും, അല്ലെ? അപ്പൊ അതെ. അങ്ങനെ ആകുമ്പോൾ ഓരോന്നും അതെ. നമ്മളോട് പഠിക്കാനും സക്കാത്ത് കൊടുക്കാനും അറിവ് നേടാനും ഓരോന്ന് പറഞ്ഞ എന്താ, നമ്മൾ കുറെ ഇങ്ങനെ കുരുങ്ങി കിടക്കുവാണ് നമ്മളെ മൈൻഡ്, അല്ലെ? നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് എല്ലാം കളഞ്ഞ് ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, അതാണ് യഥാർത്ഥം എന്ന് നമ്മളെ ബ്രെയിനെ പഠിപ്പിക്കലാണ്. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ എന്താണ്, സ്ട്രൈറ്റ് ആയിട്ട് അതിൽ അതെ. തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്താണോ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അതും ആ ഹൃദയത്തിൽ നിന്നും വരുന്ന, ഇപ്പം ഹൃദയം ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ, അതായത് അതിന്റെ സ്പൂണാണ് നമ്മുടെ നാവ്. ഹൃദയത്തിന്റെ സ്പൂണാണ് നമ്മുടെ നാവ്. ഹൃദയത്തിൽ എന്താണ് അതിൽ കോരി വരുന്നത്? നമ്മുടെ നാവാണ്, അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നതും അത് മുഖാന്തരം നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണമെങ്കിൽ എന്താ വേണം? നമ്മൾ ഈ പാതയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വഴുതി വീഴും, ഉറപ്പാണ് നമ്മൾ ചാടും. നമുക്കിതില്ല എങ്കിൽ സത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റവും മോശക്കാരായി മാറിയുന്നു, അല്ലെ? എന്തൊക്കെ അഴുക്ക സ്വഭാവങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്തുമാത്രം മാറ്റി, അല്ലെ? ഖുർആൻ പഠിച്ചതിലൂടെ, അൽഹംദുലില്ലാ, ഓരോരോ അറിവുകൾ കിട്ടിയതിലൂടെ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ പഴയ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ അറിവില്ല നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് എന്തുമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലെ? പാപമോചനം തേടിക്കൊണ്ടേ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് കരഞ്ഞു മടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ്, നമ്മൾ അള്ളാഹുവിനെ പറ്റി കൂടുതൽ അറിയും തോറും നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. കാരണം എന്താണ്, നമ്മളിവിടെ വെറുതെ ഇരിക്കാൻ വന്നവരല്ല, അല്ലെ? നമുക്ക് പോകേണ്ടതുണ്ട്, നമുക്കൊരു പോയിന്റ് ഉണ്ട്. എപ്പോഴാണ് നമ്മൾ മരണമെന്ന് അറിയില്ല, അതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് അറിയില്ല നമ്മുടെ ടൈം എപ്പോഴാണ് അത് ക്ലോസ് ആവുക, നമ്മളെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അള്ളാഹു അറിയിച്ച് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓരോ വചനങ്ങളും നമ്മൾ ചിന്തിക്കുക, നമ്മൾ പഠിക്കുക. അതിൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ? അതാണ് ചിന്തിക്കുക, ആലോചിക്കുക. അല്ലാതെ കുറെ നമ്മൾ ഓതി, അല്ലെ ഖത്തം തീർത്തു, കുറെ ഞാൻ കാണാൻ പഠിച്ചു, കുറെ പരീക്ഷ എഴുതി റാങ്ക് വാങ്ങി, അതല്ല, അല്ലെ? ഈ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ നാവ് കൊണ്ട് പറയാനുള്ളതല്ല, അല്ലെ? അത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വാക്ക്, ആ ഒരു കലിമത്ത് തുലാസിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ബാക്കി എല്ലാം, ഈ ഭൂമിയും സർവ്വതെടുത്ത് വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഏറ്റവും ഭാരം എന്ന് പറഞ്ഞത്. അതിന്റെ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ആ ഭാരമെങ്കിൽ, അത് അത്രയും ഭാരമാണ് എങ്കിൽ അതെന്ത് മഹത്വമേറിയതാണ്, അതെന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ ആ ഗാംഭീര്യം നമ്മളെ ബ്രെയിനിലേക്ക് കൊണ്ടുവരണം, അല്ലെ? നമ്മൾ ചുമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വരണം. എന്റെ റബ്ബാണ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പം അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ ഓരോന്നും എന്താണ് അറിഞ്ഞത് നമ്മളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കൂത്തരങ്ങളും നമ്മൾ ചിന്തിക്കണം. അതാ ഇവിടെ പറയുന്നത്, മനുഷ്യ നീ കബദാണ്, നീ കഷ്ടപ്പെട്ട് ക്ലേശത്തിലാണ് നിന്നെ നാം സൃഷ്ടിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് എല്ലാ കഴിവും ആർജവും നേടുമ്പോ നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല, നിങ്ങളെ നോക്കാൻ ആരുമില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്, അള്ളാഹുക്ക് എപ്പം വേണമെങ്കിലും നമ്മളെ എന്താക്കി മാറ്റാനും കഴിയും, അല്ലെ? കാഴ്ച ഇല്ലാതാക്കാം, കേൾവി ഇല്ലാതാക്കാം, നമുക്ക് നടക്കാൻ പറ്റാതാവാം, നമ്മളെ കിടപ്പിലാക്കാം, അല്ലെ? എന്ത് രൂപത്തിൽ വേണമെങ്കിൽ നമ്മളെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും, അല്ലെ? അതുകൊണ്ടാണ് പറഞ്ഞ യഹ്സബു അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്,
എന്നിട്ട് അവൻ പറയുന്നു യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, ഉണ്ടോ, ഞാൻ എന്തുമാത്രം ധനം നശിപ്പിച്ചു കളഞ്ഞു എന്നവൻ പറയുന്നു. അപ്പൊ അങ്ങനെ പാടുണ്ടോ എന്നാണ് ചോദ്യം. അയഹ്സബു അല്ലം യറഹു അഹദ്, ആരും അവനെ കണ്ടിട്ടില്ലെന്ന് അവൻ കരുതുന്നു, അവനെ കണ്ടിട്ടില്ലെന്ന് അവൻ കരുതുന്നു, ആരും തന്നെ. അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും, വാവുൽ ഹാലാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാവാണ് കേട്ടോ. ഇവിടെ ആണയായിട്ടല്ല വരുന്നത്. വഅൻത, നീ ആയിരിക്കെ, അവസ്ഥ കാണിപ്പിക്കാനാണ്, സൂചിപ്പിക്കാനാണ്. വഅൻത ഹില്ലുൻ, ഹല്ല യഹില്ലു, ഉണ്ടോ, ഇറങ്ങി താമസിച്ചു, അനുവദനീയമായി എന്നുള്ളതാണ്. ബിഹാദൽ ബലദ്, ഓക്കെ, ഈ നാട്ടിൽ. പിന്നെയോ വവാലിദിൻ വമാ വലദ്, നിശ്ചയം എന്താണ്, പിതാവിനെ കൊണ്ടും അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, കബദ്, നിശ്ചയമായി നാം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ ക്ലേശത്തിൽ, ശിദ്ധ, അത്ര കഠിനമായ ക്ലേശത്തിൽ. കബദ് ശിദ്ധ എന്നുള്ള, ശിദ്ധത്തിൽ എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ അറബിയിൽ. ഘടനയിലായിരിക്കും ടീച്ചറെ. എന്താണ് വത്തീനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ ലഖദ് ഖലഖനൽ, അത് അഹ്സനി തഖ്വീം, അത് ഏറ്റവും നല്ല ഘടനയിലായിക്കൊണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം കബദും കൂടെയാണ്, ക്ലേശം നമ്മൾ സഹിക്കുന്ന രൂപത്തിലാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ്, മനുഷ്യൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുണ്ട്. അത് അള്ളാഹുവിന്റെ ആ നമ്മളെ സൃഷ്ടിപ്പിൽ അള്ളാഹു തന്ന ഒരു എന്താണ്, പ്രകൃതമാണെന്നാണ് ആ പറയുന്നത്. മനസ്സിലായോ? പ്രയാസങ്ങള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും അത് താണ്ടാനും ഒക്കെ ഉള്ളൊരു കഴിവ്, അല്ലെ. പിന്നെയോ അയഹ്സബു, അവൻ കരുതുന്നുവോ, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, യഖൂലു, അവൻ പറയുന്നു, ഞാൻ ധാരാളം നശിപ്പിച്ചു കളഞ്ഞു. എന്താണ്, മാലൻ ലുബദ, ധാരാളം ധനം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന്. ലുബദ, തീർന്നു പോകാത്തത്ര ധാരാളം, മുഖ്യ ലുബദ. ഓക്കെ, പിന്നെയോ അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ കരുതുന്നോ, അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. അല്ലേ, അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട മാഷാഅല്ലാഹ് ഭയങ്കര കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇനി ഒന്ന് പറയാമോ? നമ്മൾ ഇവിടം വരെ പറഞ്ഞു അല്ലെ. അടുത്ത ഈ ഭാഗം ഒന്ന് പറഞ്ഞേ. ലഖദ് ഖലഖനൽ ഇൻസാന, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായി മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫീ കബദ്, ക്ലേശത്തിൽ. അയഹ്സബു, അവൻ കരുതുന്നുണ്ടോ, അല്ലം യഖ്ദിറ അലൈഹി, അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് ഒരാളും. ഖദറ, നോക്കിയ ഖദറയാണ് ഖുദ്റത്ത്, യഖ്ദിറു എന്ന് പറഞ്ഞ ഖദറ, കഴിവ്, പിന്നെന്താണ് ഖദർ, കണക്കാക്കി നോക്കുന്നത്. ഖദറ ഇവിടെ കഴിവ് എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് ഖുദ്റത്ത് വന്നത്. ഓക്കെ, യഖൂലു അഹ്ലകതു, അവൻ പറയുന്നു, ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, ധാരാളം ധനം. ഓക്കെ, അഹ്ലക, അഹ്ലക, ആ ഹ കണ്ടോ, അഹ്ലക. ഓക്കെ, ഹ അല്ല, ഹ ആണ്, കെട്ടുള്ള ഹ. ഓക്കെ, അഹ്ലക്, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെയോ മാലൻ ലുബദ, ധനം, ധാരാളം ധനം. അയഹ്സബു, അവൻ കരുതുന്നുവോ, അല്ലം യറഉ അഹദ്, ആരും അവനെ കണ്ടിട്ടില്ലെന്ന്. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി ആർക്ക് പറയാം? ഞാൻ പറയട്ടെ? റംലാത്താണോ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ, അങ്ങനെയല്ല, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, വഅൻത, നീ ആയിരിക്കെ, ഹില്ലുൻ, ഹില്ലും, താമസിക്കുന്നവൻ, ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ. വവാലിദിൻ വമാ വലദ്, പിതാവിനെ കൊണ്ടും അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായി മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫീ കബദ്, ക്ലേശത്തിൽ. അയഹ്സബു അല്ലം യഖ്ദിറ അലൈഹി അഹദ്, അയഹ്സബു, അവൻ കരുതുന്നുവോ, അല്ലൻ യഖ്ദിറ അലൈഹി,
അവന്റെ മേൽ കഴിവുള്ളവനാവില്ലെന്ന് അഹദ് ഒരാളും. യഖൂലു യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, അവൻ പറയുന്നു ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. മാലൻ ലുബദ, ധാരാളം ധനം. അയഹ്സബു അല്ലം യറഹു അഹദ്, അയഹ്സബു അവൻ കരുതുന്നുവോ, അല്ലം യറഹു അഹദ് ആരും അവനെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഇതിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ പറഞ്ഞത് എന്നുള്ളത്. അതിന്റെ പവിത്രത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പിന്നെ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് പ്രബോധനം അല്ലെങ്കിൽ ദിവ്യത്വവും, അതായത് അവിടെ നിന്നുള്ള ആ പ്രബോധന ദൗത്യവും ഒക്കെ അവിടെ വന്നതും എല്ലാം ആ രാജ്യത്താണല്ലോ. ആദ്യമായി ഖുർആൻ അവതരിച്ചതും അങ്ങനെ അങ്ങനെ എല്ലാം അടങ്ങിയ ആ ഒരു പവിത്രത. പിന്നെ അവിടെ നിന്നും ആ രാജ്യത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അല്ലെ, നുബുവത്തിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ എന്താണ് അവിടെ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് അൻതഹില്ലും ബിഹാദൽ ബലദ്, നീ അവിടെ താമസിക്കുന്നവനായിരിക്കും എന്നൊക്കെ ഇതിലിങ്ങനെ ഊന്നി പറയുന്നത്. അപ്പൊ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എന്താണ് ഈ നാട് കുറെ നാളത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ പ്രവേശിക്കാൻ പറ്റൂലായിരുന്നല്ലേ. പക്ഷെ ഇനിയൊരു സമയം വരാനുണ്ട്, അത് തിരിച്ച് ആ സ്വാതന്ത്ര്യം, ഈ രാജ്യം എന്താണ് നിങ്ങൾക്ക് അനുവദനീയമായി തന്നെ വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി അത് കൊടുക്കുകയാണ് അല്ലെ ഈ ആയത്തിലൂടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ മക്കയുടെ സുസ്ഥിരമായ സ്ഥാന പദവികൾ നിലവിലുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയതും അത് പ്രബോധനം ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടായിട്ടാണ് ഈ ഒരായത്തിലൂടെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ രാജ്യത്തിൽ നീ താമസിക്കുന്നവനായിരിക്കേ. പിന്നെന്താണ് വാലിദും വമാ വലത്, ബാക്കിയുള്ള ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയട്ടെ? ഇങ്ങനെ പറയോ? ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചാലും ഒന്ന് ട്രൈ ചെയ്യോ? ഇങ്ങനെ പറയാൻ ശ്രമിക്കുമോ? ഞാൻ പറയാം. ഓക്കെ. ഇങ്ങനെ പറയാൻ ഒന്ന് ട്രൈ ചെയ്യോ? തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, ശരി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉഖ്സിമു, അങ്ങനെയല്ല ഞാൻ സത്യം ചെയ്യുന്നു. ഉഖ്സിമു, ഞാൻ കേട്ടില്ല അല്ലെ? ലാ ഉഖ്സിമു, അങ്ങനെയല്ല ഞാൻ സത്യം ചെയ്യുന്നു. ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. അൻത ഹില്ലുൻ, നീ ആയിരിക്കെ താമസക്കാരൻ. ഈ നാട്ടിൽ ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ അല്ലെ? ഈ നാട്ടിൽ. അൻത ഹില്ലുൻ, നീ ആയിരിക്കെ ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ. വാലിദിൻ വമാ വലത്, പിതാവിനെ കൊണ്ടും അവൻ ജന്മം നൽകിയതിനെ കൊണ്ടും. ലഖദ് ഹലക്കനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ കബദ്, ക്ലേശത്തിൽ. മാഷാ അല്ലാഹ്. ഓക്കെ. അയഹ്സബു അല്ലൻ യഖ്ദിറ, അവൻ കരുതുന്നുവോ, അല്ലൻ യഖ്ദിറ, അവന്റെ മേൽ കഴിവുള്ളവൻ. മാഷാ അല്ലാഹ്, അത് തന്നെ. അവനക്ക് അവന്റെ മേൽ കഴിവുള്ളവൻ ആരുമില്ല എന്നവൻ വിചാരിക്കുന്നതോ, അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേ അല്ല എന്നവൻ വിചാരിക്കുന്നുവോ? യഖൂലു, അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു. മാലൻ ലുബദ, ധനം ധാരാളം. അയഹ്സബു, അവൻ കരുതുന്നുവോ, അല്ലം യറഹു അഹദ്, അവനെ ആരും കാണുന്നില്ല. ഒരാളും അല്ലെ, അഹദ് എന്ന് പറയുമ്പോ ഒരാളും ആരും അല്ലെ, അവനെ ഒരാളും കാണുന്നില്ലെന്ന് അവൻ കരുതുന്നു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അൽഹംദുലില്ലാഹ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാ ടീച്ചറെ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ അങ്ങനെയല്ല, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ് ഈ നാടിനെ കുറിച്ച്, ഈ നാടിനെ കൊണ്ട്. വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ്, അൻത നീ ആയിരിക്കെ, ഇല്ലുൻ താമസിക്കുന്നവൻ,
ബിയാസൽ വലത് ഈ നാട്ടിൽ ഈ നാട്ടിൽ താമസിക്കുന്നവനായി വവാലിദിൻ വമാ വലത് വവാലിദിൻ അവൻ പിതാവിനെ കൊണ്ട് വമോ വലത് പുത്രനെ കൊണ്ട് പിതാവിനെ കൊണ്ട് പുത്രനെ പിതാവിനെ കൊണ്ട് അവൻ ജന്മം നൽകിയതിനെ കൊണ്ട് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് ലഖദ് ഖലഖനൽ ഇൻസാന മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു ഫീ കബദിൻ ക്ലേശത്തിൽ അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് അയഹ്സബു അവൻ കരുതുന്നുവോ അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് അവന്റെ മേൽ കഴിവുള്ളവനായി ഒരാളും ഇല്ലെന്ന് കഴിവുള്ളവനാവില്ലെന്ന് അവൻ കരുതുന്നു അവൻ പറയുന്നു അഹ്ലത്തു ഞാൻ നശിപ്പിച്ചു മാലൻ ലുബദ ധാരാളം ധനം അയഹ്സബു അല്ലം യറവു അഹദ് അയഹ്സബു അവൻ കരുതുന്നുവോ അല്ലം യറവു അഹദ് ഒരാളും അവനെ കാണുന്നില്ലെന്ന്. അൽഹംദുലില്ലാ ഒരാൾ അവനെ കാണുന്നില്ലെന്ന് അവൻ കരുതുന്നുവോ അവൻ വിചാരിക്കുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ മാഷാ അല്ലാഹ് നമ്മള് ഇത്രയും എല്ലാവരും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ പഠിച്ചു വന്ന ഗ്രാമർ പോർഷൻ അൻസല ഗ്രൂപ്പ് എത്തി. എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ പാറ്റേണിലേക്ക് ഹംസ അടങ്ങിയ ക്രിയകളിലേക്കാണ് കടന്നത്. ആദ്യം 4 പാരന്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. യഫ്തഹു, നസറ, യൻസുറു, ളറബ, യദ്രിബു, സമിഅ, യസ്മഉ. അത് കഴിഞ്ഞ് നമ്മൾ എന്തിലാ വന്നത്? A5 പറഞ്ഞേ. അലിഫ് വാ യാ ദുർബലാക്ഷര ക്രിയകൾ അടങ്ങിയത്. വജദ വഅദ പോലെ അല്ലെ? ഏതുപോലെ? പോലെ പിന്നെയോ പോലെ അത് മധ്യത്തിൽ വന്നു. ഇനി എന്തെങ്കിലും വരട്ടെ. അതുപോലെ അത് തെറ്റിപ്പോയി. അതല്ല നമ്മൾ പറഞ്ഞത് റദിയ പോലെ അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ ആ പാറ്റേൺ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഏതിലാ കയറിയത്? അമറ പോലെ. പിന്നെയോ അത് നടുക്ക് വരുന്ന അല അല്ലെ? ആ പാറ്റേണിൽ വരുന്നത്. അതെ, മധ്യത്തിൽ ഹംസ ആണ് മധ്യത്തില്. പിന്നെയോ ലാസ്റ്റ് വരുന്ന അല്ലെ? പോലെ അല്ലെ? ഹംസ എന്തെങ്കിലും വന്നത്. പിന്നെ നമ്മൾ പോയത് ഏതിലേക്കാണ്? സബ്ബഹ ഗ്രൂപ്പില്. നമ്മൾ ഇടയ്ക്ക് പിന്നെ ശബ്ദ അടങ്ങിയെന്ന് പറഞ്ഞില്ലേ? വല്ല പോലെ പറഞ്ഞില്ലേ? വല്ല പോലെ. മാഷാ അല്ലാഹ്, അത് വിട്ടു അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് A8 കഴിഞ്ഞിട്ട് നമ്മള് A9 അല്ലെ? A9 A9 എന്ന് പറയുമ്പോ ഏതാണ്? ഏത് പാറ്റേൺ ആണ്? പോലെ. മാഷാ അല്ലാഹ്, പോലെ ശബ്ദ അടങ്ങിയത്. അപ്പം A9 എന്ന് പറയുന്നത് ശബ്ദ അടങ്ങിയതാണ്. ഓക്കെ. പിന്നെ നമ്മൾ വന്നത് B1 അല്ലെ? ഇങ്ങനെ 3+1 ഇങ്ങനെ 3 അക്ഷരങ്ങളോടൊപ്പം ഒരു എക്സ്ട്രാ അക്ഷരം. കേൾക്കുന്നുണ്ടോ എല്ലാരും? 3+1 ആണ്. 3+1 4 അക്ഷരം അടങ്ങിയ സബ്ബഹ, നസ്സല, കദ്ദബ പോലെ. ഓക്കെ, ക്ലിയർ? ആ പാറ്റേൺ പിടികിട്ടി എല്ലാവർക്കും? സബ്ബഹ, നസ്സല, കദ്ദബ പോലെ. എന്നിട്ടോ നമ്മൾ നെക്സ്റ്റ് വന്നു ഏതില്? എക്സ്ട്രാ 3+1 ഏതുപോലെ? ജാഹദ, ആത്തല പോലെ. മാഷാ അല്ലാഹ്, ഇടയിൽ അലിഫ് അധികമായി വരുന്നു. ഓക്കെ, B2. അടുത്ത B3 അൻസല ഗ്രൂപ്പ്. അൻസല, അഖ്റജ, അതായത് ഹംസ അടങ്ങിയത് 4 അക്ഷരം. അതിൽ വരുന്നതാണ് അൻസല, ആമന, അസ്ലമ ഒക്കെ അടങ്ങിയത്. പിന്നെയോ അഷ്റഖ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലേ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അംഫഖ. ചിലവഴിച്ചു. അംഫഖ. റെഡി? എല്ലാം റെഡിയാണോ?
എല്ലാരും കൈ കൊണ്ട് പറഞ്ഞേ. അൻഫഖ അൻഫഖൂ, അൻഫഖത അൻഫഖതും, അൻഫഖതു അൻഫഖനാ, യുൻഫിഖു നമ്മൾ എപ്പോഴും പറയല്ലേ യുൻഫിഖു യുൻഫിഖൂന അല്ലേ. ഈ പദങ്ങൾ ആയത്തുകളിൽ പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? യുൻഫിഖു യുൻഫിഖൂന, തുൻഫിഖു തുൻഫിഖൂന, ഉൻഫിഖു നുൻഫിഖു. أنفق أنفق أنفقوا لا تنفق لا تنفقوا، منفق منفق إنفاق هي أنفقت هي تنفق. എല്ലാരും പറഞ്ഞേ. എന്താ ആരും ഒരു ഉണർവില്ലാത്ത പോലെ ഇരിക്കുന്നു? അൻഫഖ أنفق أنفقنا، ينفق ينفق ينفقون، تنفق تنفقون، ينفق ينفق، أنفق أنفق لا تنفق لا تنفق. അപ്പൊ നിങ്ങൾ അൻഫിഖ് എന്ന് പറഞ്ഞാൽ നീ ചെലവഴിക്കൂ. അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കൂ. ലാ തുൻഫിഖ് നീ ചെലവഴിക്കരുത്. ലാ തുൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കരുത്. മുൻഫിഖുൻ മുൻഫഖുൻ ഇൻഫാഖുൻ. ഓക്കേ. ഹിയ അൻഫഖത് ഹിയ തുൻഫിഖു. ഓക്കെ. അപ്പൊ അഹ്സന നോക്കിയേ. അപ്പൊ പാറ്റേൺ മനസ്സിലായോ? 3+1 ആണ്, പക്ഷെ ഹംസ അടങ്ങിയവയാണ്. ഓക്കെ. അസ്ലമ, അഷ്റക, അൻസല, ആമന, അതുപോലെ വരുന്നതാണ് അഹ്സന. ഓക്കെ. ഈ പാറ്റേൺ ഏതൊക്കെയാ വരുന്നത് വാക്കുകൾ ഒന്ന് പറഞ്ഞ ഹംസ അടങ്ങിയത്? അൻസല, അഷ്റക, അസ്ലമ, ആമന. കേട്ടോ? ഹംസ ഇട്ടിട്ട് അലിഫിട്ട് നീട്ടി എഴുതാം. ആമന, അൻസല, ഇത്രയും വാക്കുകൾ നമ്മളിത് പഠിച്ചു അല്ലെ? അഷ്റക. ഇനി അഹ്സന നന്മ ചെയ്തു. എങ്ങനെ പറയും? അഹ്സന അഹ്സനു, അഹ്സൻതു അഹ്സൻതു അഹ്സന്ന, യുഹ്സിനു യുഹ്സിനൂന, തുഹ്സിനു തുഹ്സിനൂന, യുഹ്സിനു നുഹ്സിനു. അപ്പൊ കൽപ്പന എങ്ങനെയായിരിക്കും? അഹ്സിൻ നീ നന്മ ചെയ്യൂ. അഹ്സിൻ അഹ്സിനു, ലാ തുഹ്സിൻ മുഹ്സിനുൻ. കണ്ടോ? മുഹ്സിൻ വന്ന കണ്ടോ? എങ്ങനെ കിട്ടി? അഹ്സൻ എന്നാണ് മുഹ്സിൻ വന്നത്. മുഹ്സിനുൻ മുഹ്സനുൻ ഇഹ്സാനുൻ. നമ്മളുടെ ഇഹ്സാനും കണ്ടു. ഇഹ്സാൻ എന്താ അല്ലേ? നമ്മൾ പറഞ്ഞ ഇഹ്സാൻ ഭയങ്കര ഈമാന്റെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇഹ്സാൻ ഉള്ളവരാകുക എന്നൊക്കെ അല്ലെ. അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ട്, നമ്മൾ അള്ളാഹിനെ കണ്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ. ആ ഒരു ചിന്ത കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഒരു തലമാണ് ഇഹ്സാൻ അല്ലെ. പഠിച്ചിട്ടില്ലേ? ഓക്കെ. മനസ്സിലായോ? ഇഹ്സാനുൻ ഹിയ അഹ്സനത് ഹിയ തുഹ്സിനു. ഓക്കെ. അപ്പൊ നമുക്ക് മുഹ്സിൻ കിട്ടി അല്ലെ, ഇഹ്സാൻ കിട്ടി. എങ്ങനെയാ വന്നത്? അഹ്സനയാണ് അതിന്റെ റൂബാട് അല്ലെ. അഹ്സന 4 അക്ഷരം. അപ്പൊ 3 ആണ് നമ്മൾ ബേസിക്, +1 ആണ് പാഡ് ആക്കിയത്. ഓക്കെ. ഹംസ അടങ്ങിയവ. അഹ്സന, അസ്ലമ, അൻസല, അഷ്റക അല്ലെ. ഇത് പഠിച്ചോണേ. ഈ പാറ്റേണിൽ വരുന്ന വാക്കുകളും അതിന്റെ രൂപവ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അൻഫഖ കണ്ടോ? ഇവിടെ അഹ്സന. എല്ലാരും കൂടെ അഹ്സന ഒന്നുകൂടെ പറഞ്ഞേ, ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. أحسن أحسنوا أحسنت أحسنتم أحسنت أحسنا أحسنا لا تحسنوا محسن محسن إحسان هي أحسنت تحسنوا. ما شاء الله جزاكم الله خير. بارك الله فيكم جميعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമ്മൾ ഈ യൂണിറ്റോട് കൂടി ഖുർആനിൽ ആകെ എത്ര പദങ്ങളുണ്ട്? 77,500. നമ്മൾ ഈ യൂണിറ്റോട് കൂടി 52,676 വാക്കുകൾ നമ്മൾ പഠിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. കണ്ടോ? അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖാണ്. 68% നമുക്ക് ഖുർആനിലെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്.
നിങ്ങളുടെ അധ്വാനം അല്ലെ, അതിന്റെ ദ്വാ നിങ്ങളുടെ പ്രവർത്തനം പോലെ ഇരിക്കും. നമുക്ക് ഇതിന്റെ പൂർണ്ണത അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആകുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. warahmatullahi وعليكم السلام wabarakatuh. ورحمة الله وبركاته.